നമ്പറാക്കി കൊടുക്കാൻ 4 രൂപ ചോദിക്കുന്നു. ഫുൾ ഓൺ ചെയ്യാം. വന്ന് ഇഷ്ടപ്പെട്ട ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാണ്ടാവില്ല. തീർച്ചയായിട്ടും ചെറിയ പ്രൈസിനാണ് ഒരു നമുക്ക് എത്തിയോസ് ലിവ തരുന്നത്. അത് മാക്സിമം ട്രാക്കിന് 19 രൂപ വണ്ടി ഇറക്കാം. കമ്പനി പോയി ചെക്ക് ചെയ്യാം, അവർക്ക് അറിയുന്ന രീതി ചെക്ക് ചെയ്യാം, അറിയുന്ന ആളുകൾ കൊണ്ട് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഒരു സെക്കൻഡ് വണ്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഇതുള്ളൂ. ഇതിന് പറ്റും നമുക്ക് ഇനി ഓഫറുകളില്ല. ഡീസൽ ഓട്ടോമാറ്റിക്കല് അല്ലൊരു കിഡിലം വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫുൾ ഓൺ ചെയ്തിട്ട് പൈസ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളൊരു വെടിക്കെട്ട് ഓഫറൊക്കെ ആയിട്ടാണ് MKL വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു 3XO സെക്കൻഡ് ഹാൻഡ് യൂസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് പൈസ ഫുൾ ഓൺ ചെയ്യാം അല്ലെ? പിന്നെ ഫുൾ ഓൺ ചെയ്യാം. അതേപോലെ നമുക്ക് ഇതാവണം, നമുക്ക് ഒരു എത്തിയോസ് ലിവ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബലാന വരുന്നുണ്ട്, ബെൻസ് ഒക്കെ ചെറിയ പ്രൈസിന്, അതേപോലെ തന്നെ നമുക്ക് കുഷാക്കി വരുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഓണുള്ള ഒത്തിരി നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ നമ്മൾ ചെറിയ പ്രൈസിനുണ്ട്. നെക്സോൺ വരുന്നുണ്ട്, എത്തിയോസ് ലിവ ഉണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതാണ് ക്രിസ്റ്റകളൊക്കെ ഇന്നോവന്റെ പ്രൈസിനാണ് കൊടുത്തത്. അപ്പൊ ആ ഒരു വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ള ഫൈസൽക്കാണ്. ഫൈസൽക്കാണ് നമ്മുടെ MKL ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ MKL ഞാൻ പറഞ്ഞില്ലേ, അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ്. അതായത് വെള്ളോമ്പ്ര എന്ന സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ കിടക്കുന്നത്. വെള്ളോമ്പ്ര അങ്ങാടി ജംഗ്ഷന് കുറച്ച് ഒരു 10-30 മീറ്റർ ഉള്ള ആകെ നമ്മളെ ഷോറൂമിലേക്ക്. അതല്ല ഡെയിലി അപ്ഡേഷൻ നമ്മൾ MKLന്റെ പ്രീ ഓൺ കാസിന്റെ പേജ് നമ്മൾ ഫോളോ ചെയ്താൽ ഡെയിലി അപ്ഡേഷൻ ഒക്കെ നമുക്ക് അറിയാനും പറ്റൂല. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യാം, നമ്മളെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഫൈസൽക്ക, നമ്മളെ ക്രിസ്റ്റകൾ കാണാത്തവർക്കായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവർ നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്രയും അഷ്യൂർ ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. തീർച്ചയായിട്ടും അത്രയും നമുക്ക് നിലവിലൊരു വർക്കോ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നമാർക്ക് നോക്കിയിട്ടാണ് വണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് വെച്ചാൽ കമ്പനി പോയി ചെക്ക് ചെയ്യാം, അവർക്ക് അറിയുന്ന രീതി ചെക്ക് ചെയ്യാം, അറിയുന്ന ആളുകൾ കൊണ്ട് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഇതുള്ളൂ. ഇതിന് പറ്റും നമുക്ക് ഇനി ഓഫറുകളില്ല. അപ്പൊ ഇതൊക്കെ അധികം മിക്ക വാഹനം നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാഹനങ്ങളാണ്. അതൊക്കെ നമുക്ക് ക്വാളിറ്റി കാര്യം അത്രയുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ നല്ല ബഡ്ജറ്റ് പ്രൈസിനുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ നമുക്ക് ഫസ്റ്റ് കമന്റിൽ നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ തരുന്ന ഒരു കിഡ്ലൻ സബോമീറ്റർ SUV ആണ്. ഇതിന്റെ ഹൈലൈറ്റ് ആണ്, ഞാൻ ഇതുവരെ ഒരു സെക്കൻഡ് ഹാൻഡിൽ ഇതുവരെ ഒരു 3XO ചെയ്തിട്ടില്ല. ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന നല്ല ഫീച്ചേഴ്സും നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മഹീന്ദ്രയുടെ ഒരു മഹീന്ദ്ര 3XO ആണ് ഈ ഒരു വാഹനം വരുന്നത്. അത് നമുക്ക് ഫുൾ ഓണിലുണ്ട് അല്ല? എങ്ങനെയായിരുന്നു ഫൈസൽക്ക് അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 മോഡലാണ്. 2024 മോഡൽ കൂടിയ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടിലൻ ഇന്റീരിയർ ആണ്. ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി അതർ സീറ്റ് കവേഴ്സ്. അതേപോലെ നമുക്ക് കുട്ടികൾക്ക് തലയിട്ടൊക്കെ പോകാനൊക്കെ പൂതിണ്ടെങ്കിൽ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വണ്ടിയാണ് അല്ലെ? എത്ര കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് ആകെ 11,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 11,000 കിലോമീറ്റർ മാത്രം ഓടി. 24 മോഡൽ വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ആണ് ഫൈസൽക്ക? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനില്ല. ഇത് പെട്രോൾ ആണോ അതോ ഡീസലാണ് വരുന്നത്? പെട്രോൾ ആണ്. ഒരു 15-16 മൈലേജും കിട്ടും. നമുക്ക് മൈലേജും കിട്ടും. നല്ലൊരു ആഷ് ബാഗിന്റെ അതേ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സബോമീറ്റർ SUV. അത് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഫൈസൽക്ക, എത്ര രൂപ കൊടുക്കാൻ പറ്റും? 8,400. അത് ഫുൾ ഓൺ ചെയ്യാം. വന്ന് ഇഷ്ടപ്പെട്ട ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാണ്ടാവില്ല? തീർച്ചയായിട്ടും കൊടുക്കാണ്ടാവില്ല. അടുത്ത നമുക്ക് ഒരു ജനപ്രിയ മോഡലാണ് നമ്മുടെ എത്തിയോസ് ലിവ. നെക്സോൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഒരു വൈറ്റ് ഫിനിഷിംഗിലുള്ള പ്ലാറ്റിനം ടൈപ്പിലൊക്കെ വരുന്ന ഒരു കിട്ടുന്ന എത്തിയോസ് ലിവയാണ്. നിലവിൽ കേൾട്ടൻ BJ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫൈസൽക്ക, അത് എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ വണ്ടി അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലെ? ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.5 ഓടിയിട്ടുണ്ട്. GD ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് GD SP ആണ് അല്ലെ? എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു 390. ചെറിയ പ്രൈസിനാണ് ഒരു നമുക്ക് എത്തിയോസ് ലിവ തരുന്നത്. അത് മാക്സിമം ട്രാക്കിന് 19 രൂപ വണ്ടി ഇറക്കാം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഫൈനൽ പ്രൈസ് അല്ല, വന്നോളി നമുക്ക് മാക്സിമം കുറച്ച് തരും. അടുത്തൊരു നെക്സോൺ ആണ് ടാറ്റന്റെ. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. KL5 കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു ഫൈസൽക്ക മോഡല് കാര്യങ്ങളൊക്കെ? 2017-20 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണോ? ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആണ്. 1.30 ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ്. ഇതിൽ CNG ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് അല്ലെ? പെട്രോൾ വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഇനി പെട്രോൾ വണ്ടിയാണെന്നുള്ളതുകൊണ്ട് ആ ഒരു മൈലേജിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി CNG കിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 10-25 മൈലേജും കിട്ടൂല. ഫൈസൽക്ക, എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? 5 രൂപക്കാണ് ഫുൾ ഓൺ ചെയ്തൂടെ? അടുത്ത വീണ്ടും നമുക്കൊരു ഡുവൽ ടൂൾ വരുന്ന ഒരു എത്തിയോസ് ലിവയാണ്. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗിൽ നിലവിൽ KL 84 കൊണ്ടോട്ടി രജിസ്റ്റർ നമ്പറൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് നമുക്ക് നല്ല കിട അലോയി കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 വണ്ടി കേട്ടോ. 2017 വണ്ടി കേട്ടോ. സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി അതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 5.5 രൂപ. മാക്സിമം ഒരു 75 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല? അടുത്തൊരു മാരുതി സുസുക്കി ബലാനയാണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ. അത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. മൈലേജ് ഒരു 22 ഒക്കെ നമുക്ക് എന്തായാലും ലോങ് ഡ്രൈവിൽ പ്രതീക്ഷിക്കാം.
അപ്പൊ ഡെയിലി യൂസിന് ബൈക്കൊക്കെ മാറ്റിയിട്ട് ഒരു കാർ വേണമെന്നുള്ളവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ എയർ ബാഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ, റിയറിൽ നമുക്ക് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്, സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് നോക്കി ഡെയിലി യൂസിന് ഒരു വണ്ടി നോക്കുന്നവർക്ക് മെയിൻ്റെനൻസ് കുറവുള്ള ഒരു മാരുതിന്റെ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ ഇത്? നമ്മൾ 590 590 മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. അപ്പൊ ചെറിയൊരു പ്രൈസിന് വണ്ടി ഉണ്ടാവും. ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുള്ള എത്രയായിരുന്നു? 70,000 കിലോമീറ്റർ. അപ്പൊ അത് 1 ലക്ഷം താഴെ കിലോമീറ്റർ ഒക്കെ ഒരു ഡീസൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. സോ നമുക്ക് ലോ കിലോമീറ്റർ ആണ്, ഡിപ്പെൻസ് മോഡലൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറക്കാം. അടുത്തൊരു ബെൻസ് ആണ്. ഇത് ഏതായിരുന്നു? നമുക്ക് ക്ലാസ് ഏതാണ്? സി ക്ലാസ് ആണോ? സി ക്ലാസ് ബെൻസ് ആണ്. 200 ആണ്. അപ്പൊ നല്ല മൈലേജ് കിട്ടൂല. അപ്പൊ നല്ല മൈലേജ് കിട്ടുന്ന സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു ബെൻസ്. എങ്ങനെയായിരുന്നു ഫൈസൽ അതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2009 മോഡലാണ്. 2009. പുതിയ പേപ്പറൊക്കെ എടുത്തതല്ല? ഇല്ല, പേപ്പറുമായിട്ട് നിങ്ങൾ പേപ്പറാക്കി വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതിപ്പോ നമുക്ക് അവർക്ക് NOC വാങ്ങി കൊടുക്കാം. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, വിശ്വസിച്ച് കൊടുക്കാം. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. അപ്പൊ എത്ര രൂപ ചെയ്യാൻ പറ്റും പൈസ? നമുക്ക് നമ്പർ ആക്കി കൊടുക്കാൻ 4 രൂപ ചോദിക്കുന്നു. 4 രൂപക്ക് നമ്പറൊക്കെ ആക്കിയിട്ട് നമുക്ക് 5 വർഷം പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് ഒരു 4 ലക്ഷം രൂപക്ക് നല്ല മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ഒരു ബെൻസില. അടുത്ത നമുക്കൊരു ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 മോഡൽ കേട്ടോ. 2015 മോഡല്. ഡീസൽ ആണ് പെട്രോൾ ആണ്? ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. DSG ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല സ്പോർട്ടി പെർഫോമൻസും അത്യാവശ്യം മൈലേജും നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഡോറൊക്കെ തുറക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ബോഡി വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാം അല്ല? അത്രയും തീർച്ചയായിട്ടും നല്ല പെർഫോമൻസും എല്ലാം വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡലാണ്. 126 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് 3rd ഓണർ ആണ് വരുന്നത്. അപ്പൊ 4.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. വെറും 4.5 ലക്ഷം രൂപക്കാണ് 15 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്കില് അല്ലൊരു കിഡിലം വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫുൾ ഓൺ ചെയ്തോ പൈസ? ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്യാം. അടുത്തത് നമ്മളൊരു സ്കോഡയുടെ കുഷാക്ക് ആണ്. അതും വൈറ്റ് ഫിനിഷിംഗിൽ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. പൈസത്തിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2022 മോഡലാട്ടോ. 2022 മോഡൽ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ ആകെ ഇതാണ് 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ. അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വണ്ടി? വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത്. എത്ര രൂപ? ഇത് നമ്മൾ പറയുന്നത് 990. അത് നമ്മൾ മാക്സിമം എന്തെങ്കിലും ചെയ്ത് വീണ്ടും കുറച്ച് കൊടുക്കാൻ പറ്റും. കുറച്ചും കൊടുക്കാം, ഫുൾ ഓൺ ചെയ്യാം. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് SUV ആണ്. അത് നമ്മൾ ഫുൾ ഓൺ ആണ്. ലോ കിലോമീറ്റർ വണ്ടി 22 മോഡൽ. ഇനി അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇവിടെ വീണ്ടും നമുക്ക് ഈ ഒരു പാർട്ട് നമ്മൾ ലാസ്റ്റ് ഡേ കാണിച്ചതാണ്. ക്രിസ്റ്റകളൊക്കെ നോക്കുന്നവരാണെങ്കിൽ വേറെ എവിടെയും പോകേണ്ട, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഒരു കിഡിലൻ ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു റിഡ്സ് ആണ്. ഡോൾട്ടൂൺ ആണ്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, നല്ല 444 ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 മോഡൽ VDI ഡീസലാണ്. 2012 ഡീസൽ വണ്ടി. അപ്പൊ അത്യാവശ്യം 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഫൈസൽക്ക ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.4 പോയിട്ടുണ്ട്. 3rd ഓണർ ആണ് വരുന്നത്. ഇത് ഏകദേശം നമുക്ക് 2.4 വില. നമ്മൾ അതിൽ കുറച്ച് കൊടുക്കാം. 2.4 ചോദിക്കുന്നത്. ഫൈനൽ പ്രൈസ് എല്ലാം വന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവിടെ മാക്സിമം കുറച്ച് കൊടുക്കുക. അപ്പൊ ഡെയിലി യൂസിന് ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു ബെൻസ് ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2009-10 രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഈ ക്ലാസ് 250 ആണ്. പെട്രോൾ ആണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 5 രൂപ നമ്മൾ ചോദിക്കാം. നമ്പർ ആയിട്ടുണ്ട്. നമ്പറൊക്കെ ആക്കിയിട്ട് 5 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ പ്രൈസിനാണ് നമുക്ക് ഈ ഒരു ബെൻസ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്നത്. നമുക്കൊരു വാഗണറൊക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് തവണ ഒരു ബെൻസും ഉണ്ടാവും. അത് 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്ന MKL-ആയിരുന്നു. 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു പാർട്ടി നമ്മൾ ടയോട്ടകൾ മാത്രമായിട്ട് നമുക്കൊരു കളക്ഷൻ ചെയ്ത്, അടുത്തതിൽ നമുക്ക് SUV-കളും ഫുൾ ഓണുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ ഖാൻ സൈനിങ് ഓഫ്.